നമസ്കാരം, ഞാൻ പ്രൊഫസർ മാത്യു. ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്, കുറച്ച് രസകരമാണ്. നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മറ്റൊന്നുമല്ല, വിവരമുണ്ട് എന്ന് നടിക്കുന്ന ചിലർ വിവരമില്ലായ്മയുടെ ദോഷഫലങ്ങൾ നമ്മൾക്ക് പലപ്പോഴും സമ്മാനിച്ചിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണം, ആ ഒരു ഗവേഷണം നടത്തിയതിനെക്കുറിച്ചുള്ള ചില കഥകളാണ് പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, വിവരക്കേടെന്ന് പറയുന്ന ഒരു കുറ്റമല്ല. കൂടാതെ വിവരക്കേടിനെ കുറിച്ച് നമ്മൾ പല പല തമാശകളും പലപ്പോഴായിട്ട് നമ്മൾ പലരോടും പറയാറുണ്ട്. നമ്മളുടെ വിവരക്കേടാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ വിവരക്കേടുകൾ കണ്ട് പൊട്ടിച്ചിരിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനം അത് പലപ്പോഴും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. എന്നാൽ ഇതിന് പ്രചോദനമായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യാത്രയാണ്. ഈ ഒരു യാത്രയിൽ അതൊരു ട്രെയിൻ യാത്രയായിരുന്നു. ആ ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നു. അദ്ദേഹം ആത്യന്തികമായി കാർഡിയോളജിസ്റ്റാണ്. കോവിഡിന് ശേഷം അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളൊക്കെ ആരംഭിച്ചു. മോശമില്ലാത്തൊരു നിക്ഷേപമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ട്രേഡറൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ലാഭത്തിലുമാണ്. പല പല സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒത്തിരിയേറെ വായിച്ചറിഞ്ഞു. ഒത്തിരി യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് വളരെയധികം അദ്ദേഹം കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ടാക്കി. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പല ബിരുദങ്ങളും അദ്ദേഹത്തിന് ലഭിക്കത്തക്ക വിധത്തിലുള്ള പല ഗവേഷണങ്ങളും ആ സർവകലാശാലയിലൊക്കെ അദ്ദേഹം നടത്തി. അങ്ങനെ അദ്ദേഹം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വളരെയധികം ബിരുദങ്ങൾ സമ്പാദിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. യാത്ര സുദീർഘമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങൾ അപൂർവമായി മാത്രമേ ഇന്നത്തെ രീതിയിൽ സംഭാഷണങ്ങൾ ആരെങ്കിലും യാത്രകളിൽ നടത്താറുള്ളൂ. എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ മുകളിലാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംഭാഷണത്തിന് ലഭിച്ചതുകൊണ്ട് ഞാൻ അത്യധികം സന്തോഷവാനായിരുന്നു. സംഭാഷണ മധ്യേ അദ്ദേഹം എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിമർശിച്ചു. കാരണം അദ്ദേഹം എൻ്റെ ഏതൊക്കെയോ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ജെൻസോളിൻ്റെ വീഡിയോയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ. മറ്റൊന്നുകൊണ്ടല്ല, ജെൻസോൾ വളരെ പ്രോമിസിങ് കമ്പനിയാണെന്നും ജെൻസോൾ പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ വളരെയധികം നിക്ഷേപം നടത്തുകയും ഒട്ടനേകം ടെക്നോളജികളും പേറ്റന്റുകളും നേടിയിട്ടുള്ള കമ്പനികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ ജെൻസോളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അദാനിക്ക് ഹിൻഡൻബർഗ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമാനമാണെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒട്ടനേകം ഹിന്ദി വീഡിയോകളും കാണുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളിക്ക് ലഭിക്കാത്ത ഒട്ടനേകം അറിവുകൾ അദ്ദേഹത്തിന് ഹിന്ദി വീഡിയോകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. സാധാരണയായി ഈ പറഞ്ഞ വീഡിയോകളൊന്നും ഞാൻ കാര്യമായിട്ട് കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വാദഗതികളോട് കാര്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹം എനർജി ടെക്നോളജീസിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നൽകാൻ വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള പല അറിവുകളും അത് അമ്പേ അബദ്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും അവയെ തിരുത്താനുള്ള ഒരു മനക്കെട്ടി എനിക്കുണ്ടായില്ല. പിന്നീട് അദ്ദേഹം യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പെത്തിയപ്പോൾ ഇറങ്ങിപ്പോയി. ഞാൻ ആ ഒരു തീവണ്ടി യാത്ര തുടർന്നു. പിന്നീടാണ് ഞാനിരുന്ന് ആലോചിച്ചത്, സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, മനഃശാസ്ത്രപരമായിട്ട് എനിക്കുള്ള അറിവ് തുലോം പരിമിതമാണ്. അപ്പോൾ ബാക്കിയുള്ള യാത്രാമധ്യേ ഞാനും ഒരു ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് കരുതി. പക്ഷേ നേരത്തെ പറഞ്ഞ ആളുടെ അതേ കാറ്റഗറിയിൽ പെട്ട് എതാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഞാനങ്ങ് ഒഴിവാക്കി. അതിനു പകരം വ്യവസ്ഥാപിതമായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് തപ്പി. അങ്ങനെ തപ്പിയതിൻ്റെ ഫലമായിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. ഇത് പലപ്പോഴും നിങ്ങൾക്കും ഉപകാരപ്പെടും. സ്റ്റോക്ക് മാർക്കറ്റിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലും ലോകത്തുള്ള എല്ലായിടത്തും ഈ പറഞ്ഞ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റാണ്. ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റ് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, അറിവില്ലായ്മ ഉണ്ട് എന്ന് അവനവന് ഉള്ള അറിവില്ലായ്മ. അതായത് എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാത്തിടത്തോളം കാലം എൻ്റെ ആത്മവിശ്വാസം അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലായിരിക്കും. അതേസമയം കുറച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു ഡൊമൈനിനെ കുറിച്ചൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം താരതമ്യേന കുറവായിരിക്കും. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ടാവും, എന്തിനെക്കുറിച്ചും എന്തും പറയാൻ കഴിവുള്ളവർ. ആകാശത്തിൻ്റെ താഴെയും ഭൂമിയുടെ മുകളിലുമുള്ള എന്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിവുള്ളവർ. ഇന്നത്തെ കാലത്ത് അതിന് യൂട്യൂബും കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും മാത്രം മതി. ഒട്ടനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെയൊക്കെ പുതിയ നോംസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവർ വരെ ഇന്ത്യയുടെ എനർജി പോളിസീസിനെ കുറിച്ചും ലോഡ് ഡെസ്പാച്ചിനെ കുറിച്ചും ഒക്കെ ഘോരം പ്രസംഗിക്കുന്നവർ. പക്ഷേ അവരുടെ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ KICBയുടെ ചീഫ് എഞ്ചിനീയർക്ക് പോലും കഴിയുകയില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല,
അദ്ദേഹത്തിന് ഈ ഒരു ഡൊമൈൻ എന്തുമാത്രം വലുതാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറിവുകൾ താരതമ്യേന പരിമിതമാണെന്നും അദ്ദേഹത്തിന് അറിയാം. അഥവാ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കുളത്തിന്റെ ആഴം എത്രയാണെന്നുള്ളത് അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിവില്ലാത്തവർ അവർ കരുതുന്നത് തങ്ങളാണ് ഏറ്റവും ആഴത്തിൽ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. പ്രധാനമായിട്ടും ഈ കാര്യമാണ് ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു റിസർച്ച് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഒരു യൂറോപ്പിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. മക്കർദർ വീലർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വളരെ കൂളായിട്ട് പോയിട്ട് 1-2 ബാങ്ക് ഒരു ദിവസം അങ്ങ് കൊള്ളയടിക്കുന്നു. സാധാരണ രീതിയിൽ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് കൊള്ളയടിക്കുക. പക്ഷേ ഇദ്ദേഹം മുഖംമൂടി ഒന്നുമില്ലാതെ കൊള്ളയടിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പോലീസ് അദ്ദേഹത്തെ പിടിച്ചു. പക്ഷേ പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കഴിയുമ്പോൾ അത്ഭുതം കൂറിയത് ആദ്യം അദ്ദേഹം തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ എന്നെ പിടിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസാണ് രണ്ടാമത് അത്ഭുതം വന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇയാളെ പിടിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത്? CCTV ക്യാമറകളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അത് കേട്ടപ്പോൾ വീലർക്ക് വീണ്ടും സംശയമായി, അത്ഭുതമായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിടത്ത് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങാ നീര് മുഖത്ത് കയ്യിലുമൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ഞാൻ അദൃശ്യമാകുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത അറിവുകൾ അതുപോലും ഒരു മനുഷ്യനെ ഇത്ര വലിയൊരു പ്രോജക്റ്റ്, അതായത് ജീവൻ തന്നെ വെള്ളത്തിലാക്കാവുന്ന പ്രോജക്റ്റ്, ബാങ്ക് മോഷണം, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകി. വെറും ചെറുനാരങ്ങാ നീര് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ ഞാൻ അദൃശ്യനാകും എന്നുള്ളത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ബാങ്ക് റോബറിക്ക് പോയത്, എന്നെ ആരും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റ് പറയുന്ന ആ ഒരു പേപ്പർ, റിസർച്ച് പേപ്പറിൻ്റെ അകത്ത് പറയുന്നത്, നിങ്ങൾക്ക് കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് കഴിവുണ്ടാവുകയില്ല. ഇത് തന്നെയാണ് ഈ ഒരു ഇംഗ്ലീഷ് കോട്ടിൻ്റെ മലയാളമെന്ന് ഞാൻ കരുതുന്നു. ഇംഗ്ലീഷ് ഇത് ശരിക്കും ഇഫ് യു ആർ ഇൻകോമ്പിറ്റൻറ്റ് യു കാൺ നോ യു ആർ ഇൻകോമ്പിറ്റൻറ്റ്. സ്വന്തം കഴിവില്ലായ്മ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും കഴിവില്ലാത്തവർക്ക് ഉണ്ടാകില്ല എന്ന് വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ പറയാം. ഇതേ ഗവേഷണ പ്രബന്ധത്തിൽ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡൊമൈനിനെ കുറിച്ചുള്ള ആഴത്തുള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഞാൻ അറിഞ്ഞത് തന്നെയാണ് ഏറ്റവും ആഴത്തുള്ള ഒരു അറിവ് എന്നുള്ള ഒരു വിശ്വാസം, അത് നൽകുന്ന ആത്മവിശ്വാസം, അത് ചില്ലറയല്ല. അതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അറിവില്ലാത്തവരുമായിട്ട് നമുക്ക് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിട്ട് ജയിക്കാൻ പറ്റാത്തത്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിനകത്ത് ട്രേഡിംഗ് സൈക്കോളജിയിൽ പറയുന്ന പോലെ കൺഫർമേഷൻ ബയസ് ആണ്. അതായത് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതിനെ മാത്രം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ചില കാരണങ്ങളോ ചില തെളിവുകളോ മാത്രം നോക്കി നടക്കും. അതേസമയം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൗകര്യപൂർവ്വം ഒഴിവാക്കും. പലപ്പോഴും ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് പല തട്ടിപ്പ് കാര്യങ്ങളിലും ചെന്ന് ചാടുന്നത് ഇത്തരത്തിലുള്ള മനോസ്ഥിതിയുള്ളവരായിരിക്കും. മുമ്പത്തതുപോലെ അല്ല ഇത് എന്നുള്ളൊരു തോന്നൽ ഇതുവഴി ഉണ്ടാകും. മറ്റൊന്നുള്ളത്, മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മയോ വിഷമതകളോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പരീക്ഷയിൽ തോറ്റുപോയി, ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് പരീക്ഷയിൽ തോറ്റുപോയത് എന്ന് കരുതുന്നതിന് പകരം ടീച്ചർക്ക് എന്നോട് ദേഷ്യമുണ്ട് എന്ന് കരുതിയാൽ എന്തിരിക്കും? നമുക്ക് നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല. ഈ പേപ്പറിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു പ്ലോട്ട് കാണാം. കോൺഫിഡൻസ് അഗെയിൻസ്റ്റ് കോമ്പിറ്റൻസിയാണ്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ കഴിവാണ്, അതായത് എക്സ് ആക്സിസിൻ്റെ വലതുഭാഗത്തോട് പോകുന്തോറും കഴിവ് കൂടി വരുന്ന ആളുകളുടെ സാമ്പിളിങ്സ് ആണ്. വൈ ആക്സിസിൻ്റെ, അതായത് വെർട്ടിക്കലായിട്ടുള്ള ആക്സിസിൻ്റെ മുകളിലേക്ക് പോകുന്തോറും കോൺഫിഡൻസ് കൂടി വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എക്സ് ആക്സിസിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നിൽക്കുന്നവർ അവർ താരതമ്യേന കഴിവ് കുറഞ്ഞവരാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, തീരെ കഴിവില്ലാത്തവർക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ അതേസമയം മുമ്പോട്ട് പോകുന്തോറും കുറച്ച് കഴിവ് കൂടി വരുമ്പോൾ, കുറേ കഴിവല്ല കുറച്ച് കഴിവ് കൂടി വരുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ഏറ്റവും അധികരിച്ചിട്ട് അതിൻ്റെ പീക്ക് വാല്യൂയിലെത്തും. ഏറ്റവും അധികം കോൺഫിഡൻസ്, അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അത് അത്തരത്തിലുള്ളവർക്കാണ് ഉണ്ടാവുക. വീണ്ടും മുമ്പോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും കുറച്ചുകൂടി അറിവ് നേടിയവർ അവർ കുറച്ചും കൂടി കൾച്ചേർഡാണ്. പക്ഷേ എങ്കിൽ പോലും അവർ വളരെയധികം സംശയങ്ങളായിരിക്കും. അവരവരുടെ കഴിവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരു തീരുമാനമെടുക്കാനോ കാര്യങ്ങൾ ശക്തമായിട്ട് അഭിപ്രായം പറയാനോ കഴിയില്ല. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കുറച്ചും കൂടി അറിവുകൾ കൂടണം, കഴിവുകൾ കൂടണം. അങ്ങനെ കൂടി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ട്രഫിൽ നിന്ന്, ആ ഒരു താഴെ നിന്ന് മുകളിലേക്ക് വീണ്ടും കോൺഫിഡൻസ് ഉയർന്നു പോകുന്നു.
പക്ഷേ എങ്കിൽ പോലും നമ്മൾ അറിയാം, എക്സ്പേർട്ടായിട്ട് ആ ഒരു ഡൊമൈനിനെ കുറിച്ച് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ കോൺഫിഡൻസിനേക്കാളും വളരെ കൂടുതലാണ് വിവരക്കേട് കൊണ്ടുണ്ടാകുന്ന കോൺഫിഡൻസ്. ആ ഒരു ലെവലാണ് നമ്മളവിടെ കോൺഫിഡൻസ് ഗ്യാപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്ന അറിവും കഴിവും കുറഞ്ഞിട്ട് ഏറ്റവും വലിയ കോൺഫിഡൻസ് നിൽക്കുന്ന ആ ഒരു പീക്കിൽ നിൽക്കുന്നവരാണ് പീക്ക് ഓഫ് മൗണ്ട് സ്റ്റുപ്പിഡ് എന്ന് പറയുന്നത്. അതായത് വിഡ്ഢിത്തങ്ങളുടെ ഒരു കൊടുമുടിയിലാണ് അവർ നിൽക്കുന്നതെന്നറിയാം. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ഇതേ കാര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ജോലി എടുക്കുന്ന സ്ഥലങ്ങളിൽ, അത് നിങ്ങളുടെ സബോർഡിനേറ്റ് ആകട്ടെ, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ ആകട്ടെ, ബോസ് ആകട്ടെ, ആരാണെങ്കിലും ഇവർ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാകാം. പക്ഷെ അത് തന്നെയാണ് ശരി എന്നുള്ള ശാഠ്യം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാതിരിക്കാനുള്ള ശാഠ്യം, ഇവയെല്ലാം പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന മൗണ്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റിയിൽ വരുന്നതാണ്. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശൈശവാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഇല്ലെങ്കിൽ പോലും, മെച്യൂർഡ് ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡിജിറ്റൽ കോണ്ടന്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആ ഒരു പ്രോഡക്റ്റ് വെച്ച് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ 15 വർഷത്തിൻ്റെ ഇപ്പുറം നിങ്ങൾ അതുപോലെ ഞാൻ പകുതി വന്ന പ്രോഡക്റ്റുമായിട്ട്, പകുതി ഉണ്ടാക്കിയ പ്രോഡക്റ്റുമായിട്ട് ഞാൻ സെല്ല് ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സെല്ല് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നല്ല രീതിയിൽ വിറ്റുപോകില്ല. പക്ഷേ 15 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ മുതലാളി പറയുന്നു, 15 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പാതി വെന്ത പ്രോഡക്റ്റുകളൊക്കെ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റവന്യൂ നേടിയെടുത്തു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തുകൂടാ എന്നുള്ളത് പുതിയ സെയിൽസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാലം മാറി, കഥ മാറി, സിറ്റുവേഷൻസ് മാറി, കോമ്പറ്റീഷൻ മാറി. അപ്പോൾ ഈ ഒരു മൗണ്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല. അത് ബിസിനസ്സിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി. മറ്റൊന്നുള്ളത് മൗണ്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റിയുടെയും ഈ കോൺഫിഡൻസ് കൂടുന്നതിൻ്റെയും വലിയൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ പൊതുരംഗത്താണ്. പല രാഷ്ട്രീയക്കാരും തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പകുതി അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നെഞ്ചു വിരിച്ച് പ്രസംഗിക്കും. ഈ പ്രസംഗം കേൾക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവയാണ് സത്യം എന്ന് വിശ്വസിച്ച് മോശമില്ലാത്ത ഡാമേജസ് ഒക്കെ വരുത്തി വെക്കും. പിന്നെ ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്. നമുക്കറിയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എക്സ്പേർട്ടാണ്, എന്തിനെക്കുറിച്ചും എക്സ്പേർട്ട്. അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ ഇതേ പേപ്പറിൽ തന്നെ ഫ്രാഗ്മെന്റഡ് നോളജാണ്. എല്ലായിടത്തും എല്ലാവർക്കും നോളജ് ലഭിക്കും. DM കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർക്കും ഫിനാൻസിനെ കുറിച്ചുള്ള നോളജ് ലഭിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് കാർഡിയോളജിയെ കുറിച്ചുള്ള വിവരം ലഭിക്കണമെങ്കിലും ഒരു കാർഡിയോളജി എക്സ്പേർട്ട് പറയുന്ന അതേപോലെ വർത്തമാനം പറയണമെങ്കിലും ഒരു അരമണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷെ അതേസമയം ഈ പറഞ്ഞ രണ്ടു പേർക്കും ഈ പറഞ്ഞ രണ്ട് വിഷയത്തിലും അഗാധമായിട്ടുള്ളൊരു പാണ്ഡിത്യം ഇല്ല എന്ന് അർത്ഥം. പക്ഷെ എങ്കിൽ പോലും ഇതെല്ലാം വെച്ചിട്ട് മുറിവൈദ്യങ്ങളും ഒക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തള്ളുന്ന ഒട്ടനേകം പേരുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ അതിൻ്റെ മൂർധന്യ ദശ കണ്ടു. ചിലർ ചോദിച്ചത് വൈറസ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വൈറസിനെ കണ്ടിട്ടുണ്ടോ? ചോദ്യം നല്ലതാണ്. പക്ഷേ ആ ഒരു ശാസ്ത്രശാഖയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ ഒരു ചോദ്യത്തിന് നിദാനം, അഥവാ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയത് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ഇത് ആത്യന്തികമായിട്ട് എവിടുന്ന് കടന്നു വരുന്നു ഇത്തരത്തിലുള്ള ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തിനും നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പരിധി വരെ ഇതാണ് ഒരു കാരണം. നമ്മൾ കാരണം കുട്ടികളെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം, യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ്. നമ്മളെപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിട്ട് വളരണം, നല്ലത്. പക്ഷേ ആരോ പറഞ്ഞ പോലെ അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ കോളേജുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, TNP സെല്ല്, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലൊക്കെ വളരെ കോൺഫിഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭീകരമായിട്ടുള്ള ഭയങ്കര സെഷൻസ് ഒക്കെ കൊടുക്കും. എന്തിനേറെ പറയുന്നു, കച്ചവടക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ആളെ കൊണ്ടിരുന്ന നാടാണിത്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് വിവരക്കേടും പറയാം, അഥവാ വിവരക്കേട് കോൺഫിഡൻസോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും പറയാം എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ പറഞ്ഞാൽ വെസ്റ്റിലെ ഒരു ബിസിനസ് കൾച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിലേക്ക് നോക്കാനും ഒരു സെൽഫ് ക്രിറ്റിസിസത്തിലേക്കോ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ നഷ്ടമാകുന്നത്. പക്ഷെ അതേസമയം നമ്മൾ പൗരസ്ത്യ രാജ്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് വിനയം എന്ന് പറയുന്നത്, അവനവനെ തന്നെ എളിമപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത്, സെൽഫ് ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഗുണം അവനവനിലേക്ക് തന്നെ ഒരു തിരിച്ചു നോട്ടം, ഒരു സ്വത്വം എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടം. ഇതുവഴി അവനവൻ എന്താണെന്ന് അറിയാനുള്ള ഒരവസരം അതാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, കോൺഫിഡൻസ് വേണം, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷേ അതേസമയം തന്നെ കോൺഫിഡൻസ് കൊണ്ട്, സെൽഫ് പ്രൊമോഷൻ കൊണ്ട് എൻ്റെ വിവരക്കേട് പോലും നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കണമെന്ന് കരുതിയാൽ ഒരു കാര്യം മനസ്സിൽ വെക്കുക, നിങ്ങളുടെ വിവരക്കേട് കേട്ട് കഴിഞ്ഞാൽ
തിരിച്ച് ഇത് വിവരക്കേടാണ് എന്ന് പറയാൻ, രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് 1% പേര് പോലും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% പേരും വിചാരിക്കുന്നത് ഇവന്റെ വിവരക്കേട് എനിക്ക് തിരുത്താൻ കഴിയുകയില്ല, അഥവാ ഞാൻ എന്തിനു തിരുത്തണം, ഇവൻ എൻ്റെ ആരാണ്. ബാക്കി 9% പേർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശത്രുക്കളായിട്ടാണ്. ഇവൻ ഇതേ വിവരക്കേട് കൊണ്ട് തന്നെ നടക്കട്ടെ, ഇവനെ ഞാൻ തിരുത്തിയാൽ ഇവനെങ്ങാനും നന്നായി പോയാലോ, ഇവന്റെ തെറ്റുകൾ ഇവൻ തിരിച്ചറിഞ്ഞ് ഇവൻ എന്നെക്കാളും വലിയവനായി പോയാലോ എന്ന് കരുതി ഈ വിവരക്കേട് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. അവർ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കും, താങ്കൾ ഒരു ഭീകരനാണെന്ന് പറയും, താങ്കളുടെ അത്ര ബുദ്ധിയും വിവരമുള്ള ആരും ഈ ലോകത്ത് ഇല്ല എന്നൊക്കെ പറയും. ആലോചിച്ചു കൊള്ളുക, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്നേഹവും ഇല്ല. പിന്നെ അവസാനമുള്ള 1% എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങളുടെ മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തോ മാത്രമാകാം. ഈ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയോ ഭാര്യയോ ചിലപ്പോൾ മക്കളെയോ അമ്മേനെയോ ഉൾപ്പെടെ നിങ്ങൾ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശത്രുക്കളായിട്ട് കാണാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് സത്യം. ഇത്രയൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് വിഡ്ഢിത്തങ്ങളെക്കുറിച്ചും വിഡ്ഢിത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ചും ഡണിംഗ് ക്രൈഗർ എഫക്റ്റ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത് നോക്കിയാലും കാണാം. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഓപ്ഷൻ പ്രൈസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നറിയാത്തവർ പോലും ഓപ്ഷൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ഒരു കാലമാണ്. ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു വാല്യൂഷൻ സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യം പോലും കാര്യമായിട്ട് അറിവില്ലാത്തവർ അവർ അതിഭീകരമായിട്ട് F&O ക്ലാസ്സസും ഫിനാൻഷ്യൽ റേഷ്യോസ് 3 or 4 അറിയുന്നത് അതും വെച്ച് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപഗ്രഥിക്കുക, വിലയിരുത്തുക, അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുക. നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു തെറ്റി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.